ലോകത്താദ്യമായിട്ടാണ് നെല്ലിപ്പലക കളിമണ്ണ് കൊണ്ട് ചെയ്തുള്ള ഒരു മലയാളിയുടെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താ? ശരിക്കും ഒരു കൂജമാരിയാണ് സംഭവം. അതായത് നമ്മൾ വലിയൊരു കൂജമാരി, എപ്പോഴും തണുപ്പായിരിക്കും. വെള്ളം അടിമോളും മൊത്തം കണ്ടിസായിട്ട് തണുപ്പായിരിക്കും. അടിപൊളി. ഒരു തരി പോലും ചളി കിണറിനുള്ളിലേക്ക് വരില്ല, ഉണ്ടാവില്ല. ഒരു കാലത്തും വലിയ ചളി വരില്ല. ഇങ്ങനെ ഒരു കിണർ നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. 2 വർഷമായി ഞങ്ങൾ ഈ പണി ചെയ്ത് തീർക്കാൻ വേണ്ടിട്ട്. 2 വർഷം എടുത്തു. പണ്ട് ഒരു മുതലാളിയായിരുന്നു, ഇപ്പൊ 2 മുതലാളിമാരെ കിണറായി. അപ്പൊ കിണറിന്റെ അടിഭാഗം ഞങ്ങള് അതിര് കെട്ടി വന്ന് നാട്ടുകാർക്ക് ശരിക്കും ഞെട്ടിപ്പോയിണ്ടാവില്ല ഇത് കണ്ടു കഴിഞ്ഞിട്ട്. ഇവിടുന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് കിണറ്റിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നത്. ഇതാ ഓരോ ഹോളിൽ കൂടി ഇതേമാതിരി വെള്ളം ചാടി വരും കിണറ്റിനുള്ളിൽ. ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളമാണ് ഉള്ളിലേക്ക് വരുന്നത്. F0 വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിന് അടുത്തായിട്ട് കാണിപ്പേർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശ്രീകൃഷ്ണ ക്ലേ വർക്സിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിന്ന് വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കിണറിലേക്ക് കളിമൺ റിങ് ഇറക്കുന്നത് അല്ലേ. ആ റിങ് ചെയ്യുന്ന വളരെ ഭംഗിയായിട്ടും അത് വർഷങ്ങളായിട്ട് ഇതിന്റെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്പനിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഇപ്പൊ നമ്മുടെ ഒരു സീസൺ വരാൻ പോവാണ്. ഒത്തിരി പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ശ്രീകൃഷ്ണ ക്ലേ വർക്സിന്റെ വിശേഷങ്ങൾ നമുക്ക് അറിയണ്ടേ? നേരെ വീഡിയോയിലേക്ക്. ശ്രീകൃഷ്ണ ക്ലേ വർക്സിന്റെ ഓണർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഞാനിപ്പോ ഒരു 30 വർഷം ലെവലിലൊക്കെ ആയിട്ടുണ്ടാവും. 30 വർഷമായി. തുടക്കക്കാർ ശരിക്കും നിങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ? ആവണം. ഈ ഒരു റിങ് നമ്മുടെ ഒരു കിണറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങള് നല്ല തെളിനീരുമായുള്ള വെള്ളം കിട്ടും നമുക്ക്. നല്ല ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം, അതേമാതിരി തണവ്, നല്ല തണുപ്പായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് തണവായിരിക്കും വെള്ളത്തിന്. അതെല്ലാരും പറയുന്നുണ്ട് എപ്പോഴും ഒരു കൂളായിരിക്കും, തണുപ്പായിരിക്കും എന്നുള്ളത് അല്ലേ. നമ്മൾ ഈ കൂജയിലൊക്കെ ഒഴിച്ചു വെച്ച വെള്ളം അതിന്റെ ഒരു ഫീൽ ആയിരിക്കും. അതായത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള തണവായിരിക്കും, എപ്പോഴും തണുപ്പുണ്ടാവും, നല്ല ക്ലിയർ ആയിരിക്കും വെള്ളം. ഈ ഒരു റിങ് ഇറക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ വിളിക്കുന്നത് പുതിയ കിണറിലേക്കാണോ അല്ല പഴയ കിണറിലേക്ക്? 2 കിണറ്റിലും വിളിക്കുന്നുണ്ട്. പഴയതായാലും പുതിയത് ആൾക്കാർ വിളിക്കുന്നുണ്ട്. 2 വിളിക്കുന്നുണ്ട്. ആ പഴയതിന് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? പഴയ കിണറൊക്കെ ഇടിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ ഇടിഞ്ഞിട്ടുള്ളത് ഉള്ള ചളിയും കംപ്ലീറ്റ് എടുത്ത് കിണറൊക്കെ കഴുകിയിട്ട് റിങ്ങിറക്കി മെറ്റലിട്ടിട്ട് റിങ്ങിറക്കി ഫില്ല് ചെയ്ത് പറഞ്ഞു മൊത്തം ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവരിക ചെയ്യുക. കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരും. എനിക്ക് കാണുന്നത് അറിയേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ രീതി, നമുക്ക് അതിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. ഇതാണ് നമ്മുടെ കളിമണ്ണ് നമ്മൾ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ മെഷീനിൽ ഇടുക ചെയ്യുക. മെഷീനിൽ ഇടുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ മണൽ ചേർക്കണം. അതായത് ഈ കളിമണ്ണിച്ച് ടൈറ്റ് കൊള്ളാം, എയർ ഇല്ലാതെ ഈ കളിമണ്ണിന് എയർ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിത് ചൂളയിൽ കംപ്ലൈന്റ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിനെ ഡോസ് കുറയ്ക്കും. അതിന് നമ്മൾ മണൽ ചേർത്തിട്ടാണ് ഈ മെഷീനിലേക്ക് ഇടുക. ആ മെഷീനിൽ അവിടെ നിന്ന് 2 മണലും ഈ മണ്ണോട് മിക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് താഴ്ത്തി 1-2-3 വട്ടം അരയ്ക്കണം. മെഷീനിലിട്ട് അരയ്ക്കണം. മണലും മണ്ണും ഈ 4 സൈസ് മണ്ണും കൂടി മിക്സിംഗ് ആയി വെണ്ണമാതിരി ആവണം. ഇതിന് ശേഷം എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് വെച്ചാൽ നമ്മൾ മെഷീനിൽ നിന്ന് മണ്ണ് അരച്ച് കഴിഞ്ഞാൽ നേരെ ഈ ഫ്രെയിമിലേക്ക് ഇടും മണ്ണ്. ഈ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഈ ഫ്രെയിമിലിട്ട് ചവിട്ടി കൂട്ടി അവിടെ നിന്ന് ഈ കമ്പിട്ട് വലിച്ച് കഴിഞ്ഞാൽ ഷീറ്റായി. നല്ല ഭംഗിയുണ്ടല്ലോ ഇതൊക്കെ ചെയ്ത് കാണാൻ. ഷീറ്റായി. അടുത്ത സ്റ്റെപ്പ് നമ്മളിപ്പോ ഈ ഷീറ്റ് എടുത്തോണ്ടായിട്ട് ഈ മോൾഡിലേക്ക് നമ്മൾ അടിച്ച് ലെവലാക്കുകയാണ് ചെയ്യുക. ഒരു 8ന്റെ റിംഗ് സൈസ് വരെ വെച്ചാൽ നമ്മളിപ്പോ അതിലേക്ക് ഒരു 9 ഷീറ്റോളം വരും നമുക്ക്. ഇതേപോലത്തെ 9 ഷീറ്റ് ഇതിലേക്ക് ഒട്ടിച്ചുകൊണ്ടിരിക്കണം. ഒട്ടിച്ച് കൊണ്ടുവന്ന് നമ്മളത് തേമ്പി നല്ലോണം പ്രസ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നല്ല കുറേശ്ശെ ഫിനിഷ് ചെയ്തിട്ട് സ്പോഞ്ചൊക്കെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരണം. ഇതിന് ശേഷം ഇനി മോൾഡിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കണം. മുകളിലേക്ക് ഒരു 4 ആൾ നിന്നിട്ട് 4 ഭാഗത്ത് നിന്നിട്ട് 4 ആളും കൂടി മുകളിലേക്ക്. അപ്പൊ ഇത് പൊട്ടിപ്പോവില്ല? പൊട്ടുന്നില്ല, ഇത് ഇളകി പോകാൻ സാധ്യതയില്ല. ഇനി ഇതിന്റെ മുകളിൽ എന്താ വരാൻ പോകുന്നത്? ഇതിന് മുകളിൽ നമ്മൾ പിന്നെ ഇതിന്റെ പാമ്പേരി എന്ന് പറയും. അതായത് നമ്മൾ സ്റ്റെപ്പ്, കിണറിന്റെ സ്റ്റെപ്പ് ഉണ്ടാവല്ലോ, അത് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കൈപ്പണിയാണ്. അത് മെഷീനിലൊന്നും പറ്റില്ല. നമ്മൾ കൈ കൊണ്ട് പണിത് നമ്മൾ ഇതെല്ലാം കൈപ്പണി തന്നെയാണ്. ഇതിന് നേരെ ചൂളയിലേക്ക് പോവാണ് ചെയ്യുന്നത്? അല്ലല്ല, ഇതിപ്പോ ഒരു 7 ദിവസം ഇവിടെ നിന്നിട്ട് നാച്ചുറലായിട്ട് കാറ്റും വെയിലും പാകത്തിന് കൊണ്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളത് മെല്ലെ എടുത്തിട്ട് ചൂളയിലേക്ക് കൊണ്ടുപോകും. 7 ദിവസം നാച്ചുറൽ ആയിട്ട് ഉണങ്ങണം. ഇതിന് ശേഷം നേരെ നമ്മൾ ചൂളയിലേക്ക് എടുത്തുകൊണ്ട് പോകുക. ഇത് എത്ര ദിവസം വെക്കണം ചൂളയിൽ? ഒരു 4 ദിവസം. 4 ദിവസം വേണം. 2 ദിവസം ഇതിന്റെ വെള്ളത്തിന്റെ ഈർപ്പം കളയാൻ വേണ്ടിട്ട്, പിന്നെ 3-ാമത്തെ ദിവസം നമ്മളത് തീ കൊടുത്ത് ഫയറിങ് കൊടുത്തിട്ട് 2 ദിവസം അങ്ങനെ വേണം. ഈ ചൂളയിൽ വെച്ച് കഴിഞ്ഞാലാണ് ശരിക്കും ഇതിന്റെ ഒരു പവർ കിട്ടുക. ചൂളയിൽ വെച്ച് നല്ലോണം വേവണത്. നല്ല പവറിലായിട്ട് വെന്ത് കഴിഞ്ഞാല് എത്ര കൊല്ലമാണ് കിടക്കുന്നത്, അനങ്ങില്ല. എത്ര കാലം നമുക്ക് വെള്ളത്തിൽ ഇത് വെക്കാം? എത്ര കൊല്ലമാണ് വെക്കാം. ഇത് ഫിറ്റിങ്ങിലാണ് ഈ സംഭവം കിടക്കുന്നത്. കിണറ്റിൽ ഇറങ്ങി നമ്മൾ തരികട പരിപാടി ചെയ്യാൻ പറ്റില്ല. കിണറ്റിൽ നമ്മൾ റിങ് ഫിറ്റിങ് അത്രയ്ക്ക് പവറായിരിക്കും, അത്രയ്ക്കും ചതി ചെയ്യാൻ പറ്റില്ല. അത്രയും കറക്റ്റ് അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഇത് കിണറ്റിൽ ഇറങ്ങി ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഫിറ്റിങ്ങിൽ കംപ്ലൈന്റ് വരും. വെക്കാനും അറിയണം. ഇനി എനിക്കറിയേണ്ടത് എവിടെ വരെ നിങ്ങൾ ഈ ഒരു റിങ്ങിന്റെ കിണർ ചെയ്തു കൊടുക്കും? ഞങ്ങളിപ്പോ കേരളം മൊത്തം ചെയ്യുന്നുണ്ട്. മുഴുവനായിട്ട് ചെയ്യുന്നു. മൊത്തം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കർണാടക, തമിഴ്നാട് വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. അത് ശരി. കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? പ്രൈസ് നമുക്ക് കിണർ പോയി നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റില്ല. ആ കിണറ്റിലേക്ക് എത്ര ഏത് സൈസ് റിങ്, നമുക്ക് 5-6 സൈസ് റിങ് ഉണ്ട് ഇവിടെ. അപ്പൊ ഈ ഓരോ കിണറ്റിലേക്ക് ഏത് സൈസ് റിങ് നമുക്ക് അതിലേക്ക് വേണ്ടി വരിക
അത് നമ്മൾ പോയി നോക്കിയതിന് ശേഷം നമുക്ക് റേറ്റ് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഉണ്ടല്ലേ. അത് ശരി. അത് മാത്രമല്ല ഈ പഴയ കിണറാകുമ്പോൾ ഇടിഞ്ഞ് വീണതൊക്കെ ഉണ്ടാവും, അതിനൊക്കെ പണി കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? അതിപ്പോ ഇടിഞ്ഞതിനനുസരിച്ച് നമുക്ക് പണി കൂടുതൽ വരും. കൂടുതൽ വരും. അപ്പൊ അതിലൊക്കെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അല്ല, റിങ്ങിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെ. പക്ഷെ നമുക്കിത് ഇത് ഫിറ്റിംഗ് ചാർജ് ലേശം കിണർ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറ്റിംഗ് ചാർജ് ഇത്തിരി കൂടുതൽ വരും. അത് സെറ്റാക്കി എടുക്കണം. അത് സെറ്റാക്കി എടുക്കാം. അതായത് നമ്മൾ ഇടിഞ്ഞിട്ടുള്ള മണ്ണെടുത്ത് വെളിയിൽ ഇട്ടിട്ട് വേണം നമ്മളത് കിണർ കഴുകിയിട്ട് വേണം റിങ് ഇറക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല കുറച്ചുകൂടി അപകടം പിടിച്ചൊരു പണിയും കൂടിയാണ്. അപകടമാണ്, നല്ല അപകടം. ഇടിഞ്ഞതൊക്കെ ആവുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊരു ഭയങ്കര ഒരു കിണറാണല്ലോ. ഇതെങ്ങനെ നിങ്ങൾ ചെയ്തെടുത്തത്? ഇത് ഞങ്ങൾ 2 വർഷമായി ഞങ്ങൾ ഈ പണി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. 2 വർഷം എടുത്തു. പണി സ്റ്റാർട്ട് ചെയ്ത് 2 വർഷം പിടിച്ചു. 2 സീസൺ. വലിയൊരു കിണറാണല്ലേ. ഇതിന് ചെറുതാക്കി എടുത്തു. അതായത് ഒരു വലിയൊരു കിണർ, പണ്ടത്തെ ഒരു കിണറാ, ഒരു 200 കൊല്ലം പഴക്കമുണ്ട കിണർ. പണ്ട് ഒരു മുതലാളിയായിരുന്നു, ഇപ്പോൾ 2 മുതലാളിമാരെ കിണറായി. അപ്പൊ കിണറിന്റെ അടിഭാഗം ഞങ്ങൾ അതിര് കെട്ടി വന്ന് ഒരാൾക്ക് ഒരു ഭാഗത്ത് റിങ്ങിറക്കി, മറ്റാൾക്ക് കട്ടോണ്ട് പണിത് കല്ലുകൊണ്ട് പണിത് 2 ഭാഗമാക്കി കിണർ. 2 ഭാഗമാക്കി. അതായത് അതിര് നേരെ ഈ കിണറിന്റെ പകുതിക്കായി പോയി. ഇത് ശരിക്കും ഇത് ക്ലീൻ ചെയ്തിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്തുകൊണ്ട് ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല ഞങ്ങള്. കാരണം വെച്ചാൽ അവരിവിടെ നാട്ടിലില്ല, ഗൾഫിലാണ് ഫാമിലി മൊത്തം. ഓക്കെ. അപ്പൊ അവരോട് ഇല്ലാത്ത കാരണം മോൾ ഭാഗം കെട്ടി മാത്രം നിർത്തിയിട്ടുള്ള കിണർ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ അവര് വന്നിട്ട് കിണർ ക്ലീൻ ചെയ്തിട്ട് അവര് കുടിക്കാൻ പാകാകുമ്പോ ക്ലീൻ എടുത്താൽ മതി എന്നുള്ള പറഞ്ഞു. നാട്ടുകാർക്ക് ശരിക്കും ഞെട്ടിപ്പോയിണ്ടാവില്ല ഇത് കണ്ടു കഴിഞ്ഞിട്ട്? നെട്ടി. നാട്ടുകാര് ഇങ്ങനെ ഈ കിണർ നിൽക്കില്ല എന്നെല്ലാരും തർപ്പിച്ച് പറഞ്ഞാണ്. നിങ്ങൾ ശരിക്കും ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് തന്നെ. അടിപൊളി. ഇനി എല്ലാവർക്കും അറിയണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ എത്ര ചെളിയുള്ള ഒരു കിണറാണെങ്കിൽ പോലും അതിനെ നമ്മൾ നല്ല രീതിയിൽ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. നമ്മൾ വെള്ളം ഈ കിണറ്റിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഒരു പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഒക്കെ ഇവിടെ നടക്കുന്നത്? ക്ലിയർ ആയിട്ടുള്ള വെള്ളം എങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം കിണറ്റിനുള്ളിലേക്ക് വരുന്നത് എല്ലാവരും ഒരു സംശയം കൊണ്ട് ചോദിക്കുന്നുണ്ട്. അതെ. അപ്പൊ നമ്മൾ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കിണറിന്റെ രൂപമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ഡെമോ സെറ്റപ്പ് ചെയ്തല്ലേ? ഡെമോ സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ ഇത് വരുന്നത് ഉള്ളിലേക്ക് നല്ല വെള്ളം? ഇത് നമ്മളിപ്പോ റിങ്, ഇതിപ്പോ ഒരു കിണറാണ്. ഇപ്പൊ കിണറിന്റെ ഉള്ളിൽ നമ്മൾ റിങ് ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിൽ മെറ്റലിട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ സാധാരണ നിങ്ങൾ കിണറിന്റെ ഉള്ളിൽ ചെയ്യാറ്. അതായത് ഇത് ഒരു ഡെമോ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞപ്പോ ഇതിന്റെ വെള്ളം നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്നുള്ള വെള്ളം വരുന്നത് ഇവിടുന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് കിണറ്റിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നത്. അതായത് മെറ്റൽ കഴിഞ്ഞിട്ടല്ലേ? മെറ്റൽ കഴിഞ്ഞ് മെറ്റലിന് അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് വെള്ളം വരുന്നത്. ഓക്കെ. ഓരോ ഹോളിൽ കൂടി ഇതേമാതിരി വെള്ളം ചാടി വരും കിണറ്റിനുള്ളിലേക്ക്. ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളമാണ് ഉള്ളിലേക്ക് വരുന്നത്. ഇതാണ് ഇതിന്റെ സിസ്റ്റം. ഇത്രയാണ് ശ്രീകൃഷ്ണ ക്ലേ വർക്സിന്റെ വിശേഷങ്ങൾ. അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ? ഇത് റിങ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നെല്ലിപ്പലക ഉണ്ടാക്കിയെടുത്തത് അതൊരു വ്യത്യസ്തമായ രീതിയിൽ അല്ലേ, പുതുമ എന്തുണ്ടോ അതൊക്കെ ചെയ്തു വരുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ഈ ശ്രീകൃഷ്ണ എന്ന് പറയുന്നത്. അതേപോലെ ഇത് എങ്ങനെയാണ് നമ്മൾ റിങ് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല പ്യൂറായിട്ടുള്ള വെള്ളം നമ്മളെ കിണറിലേക്ക് വരുന്നത്, അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേപോലെ എങ്ങനെ ഇത് നിർമ്മിക്കുന്നു എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.